നമസ്കാരം. സാർ, ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇടക്കാലത്ത് വലിയ തോതിൽ ഉയർന്നു വന്നു. പിന്നീട് വെടിനിർത്തൽ വന്നു ഹിസ്ബുള്ളയുമായി. അതിനുശേഷം ഒന്ന് ശാന്തമായിരുന്നു. ശേഷം സിറിയയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഭരണകൂട അട്ടിമറി ഉണ്ടായി. അവിടെ വിമതസേന കൈയടക്കി. ഒരു സെക്കൻഡ്, ഒരു പേപ്പറോടെ ഇരിപ്പുണ്ട്, ഇങ്ങോട്ടേക്കാം. ഞാൻ സഖ്യസേനകളുടെ പേര് എപ്പോഴും മാറിപ്പോകും. പേപ്പറുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർക്കാം. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പോൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു ഒരു കാലത്ത് ഏറ്റവും അധികം മാധ്യമ ശ്രദ്ധ നേടിയ ഒരു സംഭവം. പക്ഷേ പിന്നീട് ഹിസ്ബുള്ളയുമായി വെടിനിർത്തൽ വന്നു. സമാധാന ഉടമ്പടിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് വന്നു. ഹമാസ് അടക്കം മുട്ടുമടക്കി. മറുഭാഗത്താകട്ടെ ഇതിന് തൊട്ടു പിന്നാലെ സിറിയയിൽ വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടായി. അവിടുത്തെ സർക്കാരിനെ പോലും, അവിടുത്തെ ഭരണത്തെ പോലും അട്ടിമറിച്ച് അതിന് നാട് വിട്ടു പോകേണ്ട, ജീവൻ പേടിച്ച് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് രാജ്യം വിട്ടു പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. വിമതസേന ഇപ്പോൾ അവിടെ സർക്കാർ രൂപീകരണത്തിലേക്ക് കടക്കുന്നു. ഈ സാഹചര്യത്തിൽ സിറിയയിൽ കടന്നും ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയത് വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ള കാര്യം പിന്നീട് വിശദമായി തന്നെ പുറത്തു വരുന്നുണ്ട്. മറുഭാഗത്താകട്ടെ എല്ലാവരും അവസാനിപ്പിച്ചു എന്ന് കരുതിയപ്പോൾ ഹൂതികൾ, ഇത്രയും കാലം ഒളിച്ചിരുന്ന ഹൂതികൾ പൊടുന്നനെ ഒരു ആക്രമണം നടത്തി. അതിനുള്ള പണി ഇരട്ടിയായി തന്നെ അവർ നേടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ മണിക്കൂറിൽ നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. എന്താണ് മറ്റ് വിശദാംശങ്ങൾ? ഇതൊരു അവസാന ആളിക്കത്തലാണ് ഇറാൻ പ്രോക്സികളുടെ. ഹൂതികളായിരുന്നു ഇനി അല്പമെങ്കിലും തലപ്പൊക്കത്തിലുണ്ടായിരുന്നത്. അവർ ഇപ്പോൾ ഇസ്രായേലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തുന്നു. അവരുടെ കയ്യിൽ അവശേഷിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന് നേർക്ക് ഒരു ശക്തമായ ആക്രമണമാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ കണ്ടത്. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേൽ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു. ഇസ്രായേലിൻ്റെ ഒരു ശൈലി പറഞ്ഞിട്ടടിക്കുക എന്നാണ്. ഈ വരുന്ന ആഴ്ചയിൽ ഞങ്ങൾ ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നും യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ തകർക്കുമെന്നും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. അമേരിക്ക അതിന് പിന്നാലെ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത കേട്ടിരുന്നു. 2 തലത്തിലുള്ള സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ മധ്യപൂർവ്വ ദേശത്ത് സംഭവിക്കുന്നത്. ഒന്ന്, സിറിയയിൽ കടന്നാക്രമിക്കുന്ന ഇസ്രായേൽ. സിറിയൻ മണ്ണിലുള്ള മൗണ്ട് ഹെർമോണിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തി. 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മണ്ണിൽ വീണ്ടും കാലുകുത്തുന്നത്. ഇത് ഇസ്രായേൽ ചരിത്രം രചിക്കുന്ന ദിവസമാണ്. ഇത് ഇസ്രായേലിൻ്റെ സുരക്ഷയുടെ അടയാളമാണ് ഈ മൗണ്ട് ഹെർമോൺ എന്ന് പരസ്യമായി നെതന്യാഹു പ്രഖ്യാപിക്കുന്നു ലോകത്തോട്, ഒപ്പം ഇസ്രായേലി ജനതയോട്. ആ 10,000 അടി ഉയരമുള്ള കൊടുമുടിയുടെ മുകളിൽ നിന്ന് ലെബനനിലെ ബെക്ക താഴ്വരയിലേക്ക് കൈ ചൂണ്ടി നെതന്യാഹു പറയുന്നു, ബെക്ക താഴ്വരയിലെ ഹിസ്ബുള്ള ഇനി നമ്മുടെ തോക്കിൻ മുനയിലും നമ്മുടെ നിരീക്ഷണത്തിലുമായിരിക്കും. അതുപോലെ തന്നെ വിശാലമായി പരന്നു കിടക്കുന്ന സിറിയൻ മണ്ണിലേക്ക് നോക്കി നെതന്യാഹു പറയുന്നു, സിറിയൻ മണ്ണിൽ ഇനി ഒരു ശത്രുവും നമുക്ക് നേരെ കൈ ഉയർത്തില്ല എന്ന്. ചുരുക്കത്തിൽ ആ മേഖല പൂർണ്ണമായും ഇസ്രായേൽ സുരക്ഷിതമാക്കിയതിന് ശേഷം അപ്രതീക്ഷിതമായി ഹൂതികളിൽ നിന്ന് ആക്രമണം വരുമ്പോൾ 2 ലക്ഷ്യങ്ങളാണ് ഹൂതികൾക്കുള്ളത്. ഒന്ന്, സിറിയയിലേക്ക് ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് നേർക്ക് അൽ ജൊലാനിയും HTSഉം തിരിയും എന്ന പ്രതീക്ഷ. അത് ഹൂതികൾ ഉൾപ്പെടെയുള്ള ഈ ഇറാനിയൻ, ഇസ്രായേലിൻ്റെ ഭാഷയിൽ ആക്സിസ് ഓഫ് ഡെവിൾ എന്നൊക്കെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന ആ കൂട്ടർ, ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, അവരെ വീണ്ടും ഒരുമിച്ച് ചേർക്കാനുള്ള ഒരു അവസാന ശ്രമമാണ്. പക്ഷേ ജൊലാനി വളരെ തന്ത്രപൂർവ്വമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചത്. ഇസ്രായേലിനോട് സിറിയൻ മണ്ണിലുള്ള കടന്നാക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇസ്രായേലിന് നേരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നില്ല. ഞങ്ങൾ സംഘർഷത്തിന് എതിരാണ് എന്ന് ജൊലാനി പറയുന്നു. ഇന്ന് BBC-ക്ക് നല്ല അഭിമുഖത്തിൽ ഒരു പുതിയ സിറിയ വാഗ്ദാനം ചെയ്യുകയാണ്. അതിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ പരിപൂർണ സുരക്ഷയും വിദ്യാഭ്യാസവും ഒപ്പം പാശ്ചാത്യ രീതിയിലുള്ള സംസ്കാരവും ഇതെല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അൽ ജൊലാനി. മറുവശത്ത് ഇസ്രായേലിൻ്റെ ആക്രമണം നമ്മൾ കൂടുതൽ നിരീക്ഷിച്ചാൽ ശ്രദ്ധിക്കാൻ പറ്റുന്നത് ലതാക്കിയ ടാർട്ടസ് കേന്ദ്രീകരിച്ചുള്ള ശക്തമായ ആക്രമണമാണ്. ആ മേഖലയിലാണ് റഷ്യൻ വ്യോമസേനയും നാവികസേനയും ഉള്ളത്. ടാർട്ടസ് എന്നും കഴിഞ്ഞ കുറേ കാലങ്ങളായി, കുറേ വർഷങ്ങളായി റഷ്യയുടെ ഒരു പരിപൂർണ നിയന്ത്രണത്തിലാണ്. മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള ഒരു റഷ്യയുടെ വാതായനം തന്നെയാണ് ടാർട്ടസ് തുറമുഖം. തൊട്ടപ്പുറത്ത് ലതാക്കിയയിലെ അവരുടെ വ്യോമകേന്ദ്രത്തിലേക്കാണ് അസദ് പറന്ന് ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടലിനായി എത്തിയത്. പിന്നീട് അവിടെ നിന്നാണ് മോസ്കോയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ
അസദ് ഭരണകൂടം വീഴുമ്പോഴും ദമാസ്കസിലേക്ക് HTS കടന്നു വരുമ്പോഴും ലഡാക്ക്, ടാർട്ടസ് തുടങ്ങിയ മേഖലകൾ കൂടുതൽ സുരക്ഷിതമായിരുന്നു എന്ന തോന്നൽ അസദിന് പോലും ഉണ്ടായിരുന്നു. ലഡാക്ക് ആൽബൈറ്റ്സിൻ്റെ കേന്ദ്രമാണ്. ആൽബൈറ്റ്സ് എന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാളാണ് അസദ്. അപ്പോൾ ആൽബൈറ്റ്സ്, റഷ്യൻ സാന്നിധ്യം, റഷ്യൻ സേന കേന്ദ്രങ്ങൾ ഒക്കെ ചേർന്ന് ആ തീരദേശ മേഖല പരിപൂർണ്ണ സുരക്ഷിതമായിരിക്കും എന്ന അസദിനും നിശ്ചയമുണ്ട്. ആ മേഖല ഇപ്പോഴും HTSൻ്റെ നിയന്ത്രണത്തിലല്ല. അവിടെ മറ്റു ചില വിമത സഖ്യങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് 2-3 തലങ്ങളുണ്ട്. ഒന്ന്, റഷ്യയെ പരിപൂർണമായി സിറിയൻ മണ്ണിൽ നിന്ന് ഓടിക്കുക. റഷ്യൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയില്ലെങ്കിലും അതിന് സമീപ പ്രദേശങ്ങളിലായിരുന്ന സൈനിക കേന്ദ്രങ്ങളൊക്കെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തു. നമ്മൾ കേട്ടതാണ് ലഡാക്കിയിലെ ടാർട്ടസിലെ ഒരു ആക്രമണത്തിൽ ഭൂകമ്പമാപിനി 3 റിക്ടർ സ്കെയിൽ കാണിച്ചു എന്നുള്ളത്. അത്ര ശക്തമായ ഭൂമി പിളർന്നുള്ള ആക്രമണങ്ങൾ. അവിടെ അസദിൻ്റെ രാസായുധ ഫാക്ടറി ഉണ്ടായിരുന്നുവെന്നും വലിയ തോതിൽ യുദ്ധസാമഗ്രികൾ സൂക്ഷിച്ചിരുന്നുവെന്നും നമുക്കറിയാം. കാരണം ആ മേഖലയിലായിരിക്കും അസദ് തൻ്റെ ആയുധപ്പര സൂക്ഷിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഇടം. കാരണം അവിടെ റഷ്യൻ സുരക്ഷയുണ്ട്. മറുവശത്ത് ആൽബൈറ്റ്സ് എന്ന ഏറ്റവും വിശ്വസ്തരായ ജനവിഭാഗത്തിൻ്റെ കൈകളിലാണ് ആ പ്രദേശം. അസദിൻ്റെ അവശേഷിക്കുന്ന മേഖല തന്നെയാണ്. അപ്പോൾ ഇസ്രായേൽ ആ ടാർട്ടസിലേക്കും ലഡാക്കിയിലേക്കും ആക്രമണം കനപ്പിച്ചപ്പോൾ മറുവശത്ത് അസദിൻ്റെ ഈ ആയുധങ്ങൾ നശിപ്പിക്കുക എന്നതിനപ്പുറത്ത് അവശേഷിക്കുന്ന റഷ്യൻ സേനയെ തുരത്തുക, മറ്റ് വിമത സഖ്യങ്ങളുടെ കൈകളിലേക്ക് ആ പ്രദേശം ചെന്നുപെടാതിരിക്കുക, ഇത്തരം കണക്കൂട്ടലുണ്ട്. മറുവശത്ത് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, സിറിയൻ നാഷണൽ ആർമി ടർക്കിയുടെ പിന്തുണയോടെ നിൽക്കുന്ന വിമത സേനയാണ്. അവർ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ, കുർദ് സേനയെ പലപ്പോഴും ഈ അസദ് ഭരണകൂടം വീഴുന്നതിന് ശേഷവും കടന്നാക്രമിച്ചിരുന്നു. കുർദുകൾ എന്നും അമേരിക്കയുടെ പിന്തുണ നേടിയിട്ടുള്ള വിമത സഖ്യമാണ്. അവർ ഇസ്രായേലിനെ പരിപൂർണമായി അവർ വിശ്വസിക്കുന്നു. ഇന്നലെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് പരസ്യമായി ഇസ്രായേലിനെ സ്വീകരിക്കാൻ ഉതകുന്ന തരത്തിൽ ചില അനുകൂല പ്രസ്താവനകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. എപ്പോൾ വേണമെങ്കിലും കുർദുകൾക്ക് നേരെ ടർക്കിയുടെ പിന്തുണയോടെ വിമത സഖ്യം ആക്രമണം നടത്തുമെന്നും ഞങ്ങളെ സുരക്ഷിതമായി നോക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ട് എന്നും സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് പറയുന്നു. അപ്പോൾ വടക്കൻ സിറിയയാണ്, ഏറ്റവും അങ്ങേ തലക്കിലാണ്. അവർ പോലും ഇസ്രായേലിനെ വിശ്വസിക്കുന്നു. മറുവശത്ത് നമ്മൾ കണ്ടു, മൗണ്ട് ഹെർമോണിലേക്ക് നെതന്യാഹു ചെല്ലുന്നതിന് മുൻപ് ഗോലാൻ കുന്നുകളുടെ മുഴുവൻ ഭാഗവും പിടിച്ചെടുത്ത് ബഫർ സോണും കടന്ന് മുന്നേറുന്ന ഇസ്രായേൽ സൈന്യത്തിന് മുന്നിൽ ദ്രൂസ് വിഭാഗം പൂർണ്ണമായി കീഴടങ്ങുകയല്ല, അവർ പരിപൂർണമായി ഇസ്രായേലിനെ അംഗീകരിക്കുന്നു. ഞങ്ങൾ ഇസ്രായേൽ പൗരത്വം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും അവർ പറയുന്നു. അവിടെയുള്ള വിമത സേന തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് കൈമാറുന്നു. അസദിൻ്റെ അവശേഷിക്കുന്ന ആയുധപ്പുരകളും കാലഹരണപ്പെട്ട ആയുധങ്ങളാണ്. അതൊക്കെ ജനങ്ങളെടുത്ത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ കയ്യിൽ നൽകുന്നു. അപ്പോൾ പരിപൂർണ സുരക്ഷയുള്ളൊരു മേഖലയാക്കി മാറ്റുന്നു. ഗോലാൻ കുന്നുകളിലേക്ക് വീണ്ടും 1,00,000 ജനങ്ങളെ കൂടി കുടിയേറ്റത്തിന് അനുവദിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നു. അവരെ പ്രോത്സാഹിപ്പിക്കുമെന്ന് കുടിയേറ്റത്തിന്. അപ്പോൾ മേഖല സുരക്ഷിതമാക്കുമ്പോൾ ഇസ്രായേലിന് ലെബനനിൽ നിന്ന്, പ്രത്യേകിച്ച് ബെക്ക താഴ്വരയിൽ നിന്ന് അത്തരം ഭീഷണികൾ പരിപൂർണമായി ഒഴിഞ്ഞു എന്ന ഒരു കണക്കുകൂട്ടലാണ് ലോകം. മറുവശത്ത് സിറിയൻ മണ്ണിൽ ഇനി അവശേഷിക്കുന്ന ശത്രുക്കളില്ല ഇസ്രായേലിന്. HTSന് ഇസ്രായേലിനെതിരെ തിരിയുക സാധ്യമല്ല. അപ്പോൾ ആ മേഖല പൂർണ്ണമായി ഇസ്രായേൽ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞു. ഹമാസ് ബന്ദികളുടെ ലിസ്റ്റ് തയ്യാറാക്കി അമേരിക്കൻ നയതന്ത്ര പ്രതിനിധികൾക്ക് മുൻപിൽ സമർപ്പിച്ചു. ഈജിപ്തും ഖത്തറുമൊക്കെ ബന്ദികളുടെ മോചനത്തിന് വേണ്ട ഒരു രൂപരേഖ തയ്യാറാക്കി എപ്പോൾ വേണമെങ്കിലും ഹമാസ് ബന്ദികളെ വിട്ടയക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ പരിപൂർണമായി ഇറാൻ പ്രോക്സികൾ വീഴുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ കുറേ കാലമായി യമനിലെ ഹൂതികൾ നിലനിൽക്കുന്നത് ഇറാൻ പിന്തുണയാണ്, ഇറാനിൽ നിന്ന് കിട്ടുന്ന ആയുധങ്ങൾ. ഇവിടെ 2-3 പ്രശ്നങ്ങൾ ഇപ്പോൾ യമനിലെ ഹൂതികൾ നേരിടാൻ പോവുകയാണ്. ഒന്ന്, വലിയ തോതിൽ റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ, അവർക്ക് അതിനുള്ള മാർഗം ഇപ്പോഴുമുണ്ട്. റഷ്യ നേരത്തെ എയർലിഫ്റ്റ് ചെയ്ത് ടാർട്ടസ് നാവിക സേന കേന്ദ്രമാക്കിയും തൊട്ടപ്പുറത്ത് ലഡാക്കിയ കേന്ദ്രമാക്കിയും വലിയ തോതിൽ റഷ്യയും ഇറാനും ആയുധങ്ങൾ എത്തിച്ചിരുന്നു. അവിടെ നിന്ന് മെഡിറ്ററേനിയൻ കടൽ വഴി നേരെ യമനിലെ ഹൂതികൾക്ക് ഈ ആയുധത്തിൻ്റെ സപ്ലൈ ചെയിൻ ഉണ്ടായിരുന്നു. അത് പരിപൂർണമായി തകർന്നിരിക്കുന്നു. നയീം കാസിം ഇക്കഴിഞ്ഞ ദിവസം പരസ്യമായി സംഭവിച്ചു, ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ ആയുധങ്ങളൊന്നും ലഭിക്കുന്നില്ല, ഞങ്ങളുടെ സപ്ലൈ റൂട്ട് പൂർണ്ണമായും തകർന്നുവെന്ന്. സമാനമായ സാഹചര്യത്തിലേക്ക് ഹൂതികളും പതിക്കും. അതിൻ്റെ സാഹചര്യമാണ് മുന്നിലുള്ളത്. അപ്പോൾ ഹൂതികളെ സംബന്ധിച്ച് ഹമാസിനും അവശേഷിക്കുന്ന ഹിസ്ബുള്ളയ്ക്കുമൊക്കെ അല്പമെങ്കിലും ഒരു ആത്മവിശ്വാസം പകരണം. മറുവശത്ത് ഇനിയും ഒരു ചെറുത്തുനിൽപ്പ് സാധ്യമാണ് എന്ന് ഹൂതികൾക്ക് ഇറാനെ ബോധ്യപ്പെടുത്തണം. ഇറാനിൽ നിന്നും മോസ്കോയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ അവർക്ക് എത്തേണ്ടതുണ്ട്.
യമനിലെ ഈ ഹൂതികളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ. യമൻ പൂർണ്ണമായും ഒരു സുന്നി രാജ്യം തന്നെയാണ്. അവിടെയുള്ള സുന്നികളെ വളരെ കൊടിയ ആക്രമണങ്ങൾ നടത്തി അവരെ ദുരന്ത ജീവിതത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടാണ് അവിടെ ഹൂതികൾ നിലയുറപ്പിച്ചത്. ഇതൊക്കെയാണ് അവിടുത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഇസ്രായേലിന് നേർക്ക് ഹിസ്ബുള്ള നടത്തിയതിന് സമാനമാണ് ഇപ്പോഴത്തെ ഹൂതികളുടെ അവസ്ഥ. ഹൂതികൾ ഇക്കഴിഞ്ഞ ദിവസം അയച്ച ബാലിസ്റ്റിക് മിസൈലുകൾ ടെല്ലവീവിന് സമീപമുള്ള ഒരു തൊട്ടടുത്തൊരു പട്ടണത്തിലാണ്, ടെല്ലവീവ് കഴിഞ്ഞുള്ള ഒരു പട്ടണത്തിലാണ് പതിച്ചത്. അവിടെ ഒരു സ്കൂളിനാണ് കാര്യമായ കേടുപാടുകൾ പറ്റിയത്. അതിന് തൊട്ടു പിന്നാലെ കോപാകുലരായി നിൽക്കുന്ന ഇസ്രയേലിനെ ഇപ്പോൾ ലോകം കാണുന്നത്. പിന്നീട് ഹുദൈദ, സന, റാസ പോർട്ട് തുടങ്ങിയ 3 തുറമുഖങ്ങൾ അവർ അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളഞ്ഞു. ആദ്യമായാണ് ഇസ്രയേൽ അവരുടെ ക്യാപിറ്റൽ സിറ്റിയായ സന പോർട്ട് കേന്ദ്രീകരിച്ച് ഇത്ര കടുത്ത ആക്രമണം നടത്തുന്നത്. 3 തുറമുഖങ്ങൾ പൂർണ്ണമായി അഗ്നിക്കിരയായി എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. തീമഴ പെയ്യുകയാണ് ചെയ്തത്. ഡസൻ കണക്കിന് പോർ വിമാനങ്ങളെ 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള യമനിലേക്ക് ഇസ്രായേൽ അയക്കുന്നു. 3 തുറമുഖങ്ങൾ തകർത്ത് തരിപ്പണമാക്കി അവർ മടങ്ങി വരുന്നു. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് പോയിട്ട് നേരെ നിൽക്കാൻ ശേഷി ഇല്ലാതാക്കി ഹൂതികൾക്കെന്നാണ് പൊതുവെ കരുതുന്നത്. നടുവൊടിച്ചു. ഇനിയും ആക്രമണങ്ങൾ തുടരും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഹൂതികൾക്ക് നേരെ കൃത്യമായ യുദ്ധപ്രഖ്യാപനം ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. അതാണ് ഈ മണിക്കൂറിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ വാർത്ത. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹമാസ് ആദ്യം വലിയ വെല്ലുവിളിയുമായി ഇസ്രായേലിനെ ഉറപ്പിച്ചു. ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ തന്നെ എന്ത് ഉടമ്പടിയായിരുന്നാലും സ്വീകരിച്ച് ഇത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാമെന്ന് ഹമാസ് പറയുന്നു. തൊട്ടു പിന്നാലെ ഇറങ്ങിയത് ഹിസ്ബുള്ളയായിരുന്നു. ഹിസ്ബുള്ളയും യാതൊരു തരത്തിലും വേരോട്ടമില്ലാതെ അവരുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഭൂമുഖത്ത് തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതിനുശേഷം ഇറാന് മുന്നിട്ടിറങ്ങിയെങ്കിൽ പോലും പിന്നീട് ഇറാൻ ഇപ്പോൾ എവിടെയെന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക. ഇറാനെ പറ്റി ഒരു വിവരവും ഇപ്പോൾ കാര്യമായി കേൾക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ശത്രുക്കൾ ഓരോന്നായി നശിച്ചുകൊണ്ടിരിക്കുന്നു, നിലംപൊത്തുന്നു, ഉന്മൂലനം ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഹൂതികളും. അപ്പോൾ ഇസ്രായേലിന് ഇനി വെല്ലുവിളിയായി നിൽക്കുന്നത് ആര് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. അങ്ങനെ എന്തെങ്കിലും വെല്ലുവിളി നിലനിൽക്കുന്നുണ്ടോ? ഇല്ല, ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് ഒരു സ്ഥിരമായ വെല്ലുവിളി ഉയർത്താൻ അവർക്ക് കഴിയില്ല. ഇസ്രായേലിന് അവിടെ അമേരിക്കയുടെ വലിയ ഒരു സുരക്ഷയുണ്ട് ആ മേഖലയിൽ. അത് കടൽ കേന്ദ്രീകരിച്ചാണ്. അമേരിക്കൻ പടക്കപ്പലുകളുണ്ട്, അമേരിക്കൻ ഫ്ലീറ്റുകൾ അവിടെയുണ്ട്. അതൊന്നും അവഗണിച്ച് ഹൂതികൾക്ക് ഇസ്രായേലിന് നേർക്ക് തുടരാക്രമണങ്ങൾ നടത്താൻ കഴിയില്ല, പ്രത്യേകിച്ച് ട്രംപ് അധികാരമേൽക്കാൻ പോകുന്ന ഈ സമയത്ത്. മറുവശത്ത് നമുക്ക് കൂടുതൽ വിശദമായി പരിശോധിച്ചാൽ അറിയാം, ഹമാസ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന ആ കരാറിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില ഉപാധികളുണ്ട്. അതിലൊന്ന് 60 ദിവസത്തെ വെടിനിർത്തൽ. 60 ദിവസം കഴിഞ്ഞാൽ ഇസ്രായേലിന് വീണ്ടും യുദ്ധം ആരംഭിക്കാം. ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഒഴിഞ്ഞു പോവില്ല. 3 ഇടനാഴികൾ ഗസയിലേക്ക് തുറക്കുന്ന ഇടനാഴികൾ. ആ 3 ഇടനാഴികളിൽ 2 പരിപൂർണമായി ഇസ്രായേൽ ഗാസ അതിർത്തിയിലാണ്. അത് പരിപൂർണമായി തന്നെ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അവിടെ ആര് ഇസ്രായേലിലേക്ക് വരണം പോകണം എന്ന് സൈന്യം നിശ്ചയിക്കും. മറ്റൊന്ന് ഈജിപ്റ്റ് റഫ അതിർത്തിയിൽ നേരത്തെ തന്നെ ഇസ്രായേൽ സൈനികരുടെ നിയന്ത്രണത്തിലുള്ള ഒരു അതിർത്തിയാണ്. അവിടെ കൂടുതൽ ശക്തമായ ഇസ്രായേൽ സൈനിക സാന്നിധ്യം അനുവദിക്കുകയാണ് ഇപ്പോൾ ഹമാസ്. പൂർണ്ണമായും ഹമാസ് സറണ്ടർ ചെയ്യുന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ട് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് അത് അസാധ്യമാണ്. സിറിയൻ മണ്ണ് ഇനി ഒരു ശത്രുക്കൾക്കും, പ്രത്യേകിച്ച് ഇറാൻ പോലുള്ള ശക്തികൾക്ക് ഒരു ചവിട്ടുപടിയാക്കാൻ അനുവദിക്കില്ല എന്ന് അൽ ജുലാനി പറയുന്നു. അപ്പോൾ ഇറാൻ്റെ മണ്ണിൽ ഇനി ഇസ്രായേലിൻ്റെ ശത്രുക്കൾ വാഴില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറുവശത്ത് ലെബനൻ പൂർണ്ണമായി ഇപ്പോൾ ഹിസ്ബുള്ള വീണ് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു മേഖലയിലെ അധീശത്വം തന്നെയാണ് ഇത് ഉറപ്പിക്കുന്നത്. ഹൂതികൾ കൂടി നിലം പൊത്തിയാൽ ഇതൊരു ആത്യന്തിക വിജയമാകും. മറുവശത്ത് ഇറാന് നേർക്ക് എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താൻ ഒരുങ്ങുന്ന ട്രംപിൻ്റെ വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. ട്രംപ് ഒരു പ്രത്യേക ടീമിനെ ഇറാനെതിരെയുള്ള യുദ്ധതന്ത്രങ്ങൾ മെനയാൻ ഇപ്പോൾ മധ്യ പൗരസ്ത്യ ദേശത്തേക്ക് അയച്ചിരിക്കുന്നു. അവർ ഇറാൻ ആണവ കേന്ദ്രങ്ങൾ എങ്ങനെ ആക്രമിക്കണം എന്നതിൻ്റെ പദ്ധതിയിടുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം UN ഭാഗത്തുനിന്ന്. UN ഇറാൻ്റെ ആണവ നിലയങ്ങൾ സംബന്ധിച്ച് ആശങ്ക ആദ്യമായി രേഖപ്പെടുത്തി. അത് ശക്തമായ ഭാഷയിലാണ്. ഇത് ട്രംപിൻ്റെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്, അമേരിക്കൻ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ്. UN അവരുടെ അഭിപ്രായം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ആണവ പദ്ധതിയിൽ നിന്ന് ഇറാൻ പിൻവാങ്ങിയില്ല എങ്കിൽ കടുത്ത നടപടികളിലേക്ക് അടക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകി. ഇതും ട്രംപിന് ചേർന്ന് നിൽക്കുന്ന അനുകൂലമായ പ്രസ്താവനയാണ്. ഇറാന് രക്ഷയില്ല എന്നതാണ് അവസ്ഥ. മറുവശത്ത്
ഖമനേയി തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക്, ഈ ഹൂതികൾ കൂടി നിലംപൊത്തിയാൽ ഖമനേയിക്കെതിരെ അവിടെ ആഭ്യന്തര കലാപം തുടങ്ങും. അതിനെ തടഞ്ഞു നിർത്താൻ ഖമനേയിക്ക് കഴിയില്ല. കാരണം രാജ്യത്തെ ജനങ്ങൾ അത്രയേറെ അസ്വസ്ഥരാണ്. കഴിഞ്ഞ ദിവസം പർദ നിയമം നടപ്പാക്കാൻ തീരുമാനമെടുത്ത ഇറാൻ അതിൽ നിന്ന് പിൻവാങ്ങിയതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് ജനങ്ങൾ പോലും ജനങ്ങൾ എപ്പോൾ വേണമെങ്കിലും തെരുവിലേക്ക് ഇറങ്ങാം, പ്രതിഷേധവുമായി ഖമനേയിക്കെതിരെ തിരിയാമെന്നതാണ് അവിടുത്തെ അവസ്ഥ. ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടാൻ കഴിയില്ല. അത്തരം ഉരുക്കുമുഷ്ടി ജനങ്ങൾക്ക് നേരെ തിരിച്ചു വച്ചാൽ അവിടെ അമേരിക്കയ്ക്കും ഇറാൻ്റെ ശത്രുക്കൾക്കുമൊക്കെ ഇടപെടാൻ കഴിയും. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രസക്തമായി നിൽക്കുന്ന ഒരു വിഷയം, ഈ ഒരു സൈനിക അട്ടിമറി, ഭരണകൂട അട്ടിമറി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം സിറിയൻ മണ്ണിൽ, അതിനെല്ലാവിധ വെള്ളവും വളവും നൽകിയത് തുർക്കിയാണെന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ തുർക്കിയാകട്ടെ പൂർണ്ണമായി ഇത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുർക്കിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം വിമതസേനയിൽ ചെലുത്താനായി സാധിക്കും? അല്ല, തുർക്കിയുടെ നീക്കങ്ങൾ ഈ സിറിയൻ നാഷണൽ ആർമി വഴിയാണ്. സിറിയൻ നാഷണൽ ആർമി തുർക്കിയുടെ ഒരു വിഭാഗം തന്നെയാണ്. അവരാണ് തുർക്കിയോട് ചേർന്ന ഏറ്റവും വടക്കൻ സിറിയ അതിർത്തി കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു വിമത സഖ്യം. അവരുടെ തൊട്ടിപ്പുറത്താണ് ഇദ്ലിബ് കേന്ദ്രീകരിച്ചുള്ള HTS ശക്തമായിട്ടുള്ളത്. അവരുടെ വടക്ക് ഭാഗം, ഈ വടക്ക് ഭാഗത്ത് തന്നെ അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് നിൽക്കുന്ന ഭാഗമാണ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്. ഈ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും സിറിയൻ നാഷണൽ ആർമിയും പലപ്പോഴും ഏറ്റുമുട്ടലുകൾ നടത്താറുണ്ട്. അതിൻ്റെ പിന്നിൽ ടർക്കിയാണ്. കുർദുകൾ ഈ ടർക്കിയുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. കാരണം വലിയൊരു വിഭാഗം കുർദുകൾ ഇപ്പോഴും ടർക്കി മണ്ണിലുണ്ട്. ആ ടർക്കിയുടെ ഒരു ഭൂപ്രദേശം കുർദിസ്ഥാൻ അവകാശപ്പെട്ടതാണ് എന്ന വാദം കുർദുകൾക്കുണ്ട്. സിറിയയുടെ ഒരു ഭാഗം, ഇറാഖിൻ്റെ ഒരു ഭാഗം, ഇതെല്ലാം ചേർന്ന ഒരു ആത്യന്തിക കുർദിസ്ഥാൻ എന്ന സ്വപ്നത്തിനു വേണ്ടി നൂറ്റാണ്ടുകളായി അവർ ആഗ്രഹിക്കുന്നതിനു വേണ്ടി പതിറ്റാണ്ടുകളായി പോരാട്ടം നടത്തുന്നു. അപ്പോൾ ആ വിഭാഗത്തെ ആക്രമിച്ച് തളർത്താനൊന്നും എളുപ്പമല്ല. ISISനെ പോലും ആക്രമിച്ച് തീർത്ത് കളഞ്ഞ വിഭാഗമാണ്. അപ്പോൾ സിറിയൻ നാഷണൽ ആർമിയുടെ സഹായത്തോടെ, HTSൻ്റെ സഹായത്തോടെ കൃത്യമായൊരു പദ്ധതി ഒരുക്കാൻ ആദ്യഘട്ടത്തിൽ ടർക്കിക്ക് കഴിഞ്ഞു എന്നത് വാസ്തവമാണെങ്കിലും പിന്നീടുള്ള HTSൻ്റെ മുന്നേറ്റം അതിന് ഹേതുവായത് മറ്റ് ചില വിമത സഖ്യങ്ങളുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആസൂത്രിത നീക്കങ്ങളായിരുന്നു. അതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയും ഇസ്രയേലുമാണ് എന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ടർക്കിയുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രതിനിധി സംഘം ടർക്കിയിലെത്തി ഉർദൂഗനെ കണ്ടു. അതിന് തൊട്ടു പിന്നാലെ നമ്മൾ കണ്ടു സിറിയൻ നാഷണൽ ആർമി അവർ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സുമായുള്ള ആക്രമണങ്ങളിൽ നിന്ന് പിൻവാങ്ങി തങ്ങളുടെ മേഖലകളിലേക്ക് ഒതുങ്ങുന്നത്. അതുകൊണ്ട് ഇതെല്ലാം മൊസാദിൻ്റെ ഇസ്രായേലിൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. സിറിയൻ മണ്ണിൽ തങ്ങൾക്കൊരു ശത്രു ഇനി പിറക്കരുത് എന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. ഇത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷനോട് കൂടിയ ആക്രമണ ശൈലിയും പ്രതിരോധ തന്ത്രവുമാണ്. ഇനിയിപ്പോൾ സിറിയയുടെ ഭാവി എന്ത് എന്നുള്ളത് ഒരു പക്ഷേ ലോക ജനത ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്. ചില പ്രഖ്യാപനങ്ങൾ ഇതിനോടകം തന്നെ HTS നടത്തിയിട്ടുണ്ട്, ജുലാനി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ കുർദ്ദുസേന അവർ ഇതിൽ അസ്വസ്ഥരാണോ? ഇനി അവരുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ളൊരു ആക്രമണം HTSന് നേരെ ഉണ്ടാകുമോ? അതോ നിലവിൽ സമാനമായ രീതിയിൽ ഒരു സ്വയം ഭരണാധികാര കേന്ദ്രം എന്ന രീതിയിൽ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ പോകും? ഈ കുർദ്ദുസേനയും ഫ്രീ സിറിയൻ ആർമിയും ഇവ രണ്ട് അമേരിക്കയുടെ വിമത സഖ്യങ്ങളാണ്. രണ്ടു കൂട്ടർക്കും വേണ്ട ആയുധങ്ങൾ നൽകുന്നത്, പണം നൽകുന്നത്, പരിശീലനം നൽകുന്നതൊക്കെ അമേരിക്കൻ സൈന്യം. അൽറ്റാൻഫ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപോലെ അൽറ്റാൻഫ് കേന്ദ്രീകരിച്ച് വലിയ തോതിൽ 900ഓളം അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യം ഇപ്പോഴും അവിടെയുണ്ട്. ഈ മേഖലയിലെ വിമത സഖ്യം ഇപ്പോഴും ഇസ്രയേലുമായി ബന്ധം തുടരുന്നു. പ്രത്യേകിച്ച് അതിർത്തിയിൽ ഇസ്രയേൽ ശക്തമായ സ്ഥിതിക്ക് അൽ ജുലാനിക്കോ HTSനോ ഇസ്രയേലുമായുള്ളൊരു യുദ്ധം അത് സമീപ ഭാവിയിലൊന്നും കഴിയില്ല. അപ്പോൾ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സുമായി ഒരു വെടിനിർത്തൽ അത് മാത്രമേ HTSന് മുന്നിലുള്ളൂ, സിറിയൻ നാഷണൽ ആർമിയുടെ മുന്നിലുള്ളൂ. അവരും കൂടുതൽ ശക്തമായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് സിറിയ ഇനി ലെബനന് സമാനമാകും. സിറിയൻ ഔദ്യോഗിക ഭരണകൂടം HTS അല്ല ആര് വന്നാലും അവർക്ക് ഇസ്രായേലിനെതിരെ തിരിയുക എളുപ്പമായിരിക്കില്ല. മറുവശത്ത് വിമതസഖ്യം കൂടുതൽ കരുത്തോടെ നിൽക്കുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നല്ലതാണ്. മേഖലയിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം പൂർണ്ണമായി ഒഴിവാക്കണമല്ലോ. ഇപ്പോൾ എന്തായിരുന്നാലും പശ്ചിമേഷ്യയിൽ പുതിയൊരു താരോദയം ഉണ്ടായിരിക്കുന്നു. അബു മുഹമ്മദ് ജുലാനിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് അനുകൂലമായി തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ന് BBC-യിൽ വളരെ വിശദമായി ജുലാനി ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അതിലും തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കുന്നു. പഴയ ജോലാനിയല്ല, അൽ ഖ്വയ്ദ ബന്ധമുള്ള ജോലാനിയല്ല. ഇസ്രായേലിന്റെ സഹായം തന്നെയാണ് തേടിയിരിക്കുന്നത്. അതെ, നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചും ഏറെ നേട്ടം നൽകിയ, സ്വാതന്ത്ര്യം ലഭിച്ചതിന്, രാഷ്ട്രം രൂപീകൃതമായതിനു ശേഷം ഉണ്ടായ ഏറ്റവും വലിയ നേട്ടത്തിൽ തന്നെയാണ് ഹെറോൺ കുന്നുകളിൽ ചുവടുറപ്പിച്ച് ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയിൽ
ശുഭകരമായ ഒരുപാട് വാർത്തകൾ ഇനി വരും ദിവസങ്ങളിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.